2026 വേൾഡ് കപ്പിലെ വൺ ഓഫ് ദ ബെസ്റ്റ് മാച്ചസ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു മത്സരമാണ് ഇന്ന് കഴിഞ്ഞത്. ഇംഗ്ലണ്ട് വേഴ്സസ് മെക്സിക്കോ. ഒരു 3-2 എന്നുള്ള സ്കോർ ലൈനിന് അപ്പുറത്തേക്ക് നമ്മൾ കണ്ടത് ഒരു പീക്ക് ഫുട്ബോളിംഗ് മൊമെൻറ്റ്സിൻ്റെ ഒരു ഗ്യാതറിംഗ് ആണ്. അതായത് 2 മിനിറ്റിൻ്റെ ഇടവേളയിൽ ബെല്ലിംഗ്ഹാം 2 തവണ ഗോൾ നേടുന്നു. പിന്നീട് മെക്സിക്കോ തിരിച്ചടിക്കുന്നു, ഒരു റെഡ് കാർഡ് വരുന്നു, പിന്നീട് 2 പെനാൽറ്റികൾ വരുന്നു. അങ്ങനെ തുടരെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ടെന്നീസ് ലൈക്ക് അറ്റാക്കായിരുന്നു നമ്മൾ ഈ ഒരു മത്സരത്തിൽ കണ്ടത്. അപ്പോൾ നൂറ, നമ്മൾ ഈ ഒരു മെക്സിക്കോ എന്നുള്ള ടീമിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ മെക്സിക്കോ ഈ ഒരു ഗ്രൂപ്പ് സ്റ്റേജിൽ ഗോളൊന്നും കൺസീഡ് ചെയ്യാതെ എല്ലാ മത്സരങ്ങളും വിൻ ചെയ്ത് ഇങ്ങനെ ടിക്ക് ചെയ്ത് വരിക. ആതിഥേയരാണ്, എല്ലാ മത്സരങ്ങളും ഹോമിൽ കളിക്കുന്നു, അവർ വിൻ ചെയ്ത് വരുന്നു. അങ്ങനെ ഒന്നും കൺസീഡ് ചെയ്യാതെ വന്നൊരു ടീമിനെതിരെ ഇംഗ്ലണ്ട് നന്നായി കളിക്കുന്നു, ഇംഗ്ലണ്ട് ഗോളുകൾ അടിക്കുന്നു. നമ്മൾ 2 മിനിറ്റ് ഇടവേളയിലൊക്കെയാണ് ബെല്ലിംഗ്ഹാം 2 തവണ ഗോൾ അടിക്കുന്നത്. എന്തായിരുന്നു ഈ ഒരു കളിയിൽ മെക്സിക്കോയുടെ പ്രകടനത്തെ പറ്റി പറയാനുള്ളത്? മെക്സിക്കോ എന്ന് പറയുന്നത് അതായത് എനിക്ക് തോന്നുന്നു 10 വേൾഡ് കപ്പ് മാച്ച് കഴിഞ്ഞാൽ മെക്സിക്കോ ഇതുവരെ ആ സ്റ്റേഡിയത്തിൽ പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ മെക്സിക്കോയാണ് ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തിയത്. മെക്സിക്കോൻ്റെ ഇത്ര തന്നെ ഉള്ളൂ, അതായത് 2 ഗോളുകൾ നമ്മൾ പോലും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ഇംഗ്ലണ്ട് അത്ര വേഗത്തിൽ അടിക്കും എന്നുള്ളത്. കാരണം ഇതിന് മുമ്പുള്ള ചർച്ചകൾ എന്തായിരുന്നു നമുക്കറിയാം. ആസ്റ്റേക്ക സ്റ്റേഡിയത്തിൽ ഇംഗ്ലണ്ട് പ്ലേയേഴ്സ് എങ്ങനെ കളിക്കും, കാര്യങ്ങളൊക്കെ തുടർന്ന് ഒരുപാട് ചർച്ചകളുണ്ടായിരുന്നു. അപ്പോൾ ഈ റോൾ ഹിമിനേസിനെ പോലത്തെ, ക്വിനോസിനെ പോലത്തെ 2 ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഫ്രണ്ടിൽ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഇംഗ്ലണ്ട് അടിക്കുന്ന സാഹചര്യത്തിൽ നമ്മളെല്ലാവരും ഞെട്ടിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും വകവെക്കാതെയാണ് മെക്സിക്കോ കളിച്ചത്. ഒഫെൻസീവിലും ഡിഫെൻസീവിലും എനിക്കറിയില്ല മെക്സിക്കോ എന്തുകൊണ്ടും മികച്ചു നിന്നു എന്നുള്ളൊരു ഫീലിംഗ് വന്നിട്ടുണ്ട്. അവർ ഹൈ ആയിട്ടാണ് കളിച്ചതെന്നുള്ള കാര്യം ശരിയാണ്, അതുകൊണ്ട് തന്നെയാണ് ഇംഗ്ലണ്ട് കൗണ്ടർ അറ്റാക്ക് പോകാൻ സാധിച്ചത്. പക്ഷേ ഓരോ ബോളും ഇംഗ്ലണ്ടിൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ അവർ എങ്ങനെയാണ് ആ ബോളിനെ അപ്രോച്ച് ചെയ്തത്, അത് ഭയങ്കര റെക്ലെസ് ആണോ എന്നുള്ളത് അറിയില്ല. പക്ഷേ ഇംഗ്ലണ്ടിൻ്റെ റിതം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ മെക്സിക്കോ അത് അപ്രോച്ച് ചെയ്തു എന്നുള്ളതാണ്. അത് തളർന്നിട്ടില്ല. പിന്നീട് വരുന്ന ഒരു സെറ്റ് പീസിൽ നിന്നാണ് ക്വിനോസ് ആ ഗോൾ അടിക്കുന്നത്. ഇവരുടെ എപ്പോഴും ഒരു സ്കോർ ലൈന് ക്വിനോസ് റൗൾ ലിമിനേസ് അത് ആ ഒരു രീതിയിലാണ് പോവുക. അപ്പോൾ ക്വിനോസിൻ്റെ ഒക്കെ ആ ഒരു, അത് ക്വിനോസ് പോട്ടെ, പിന്നീട് ഗിൽബർട്ടോ മോറ എനിക്ക് തോന്നുന്നു ഈ മാച്ചിൽ അത്ര വലിയ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടില്ല എന്നുള്ളത്. പക്ഷെ എന്നാൽ പോലും ഓരോരുത്തരും ആ ഒരു പാഷൻ, മെക്സിക്കൻ ഫുട്ബോൾ പാഷൻ, അല്ലെങ്കിൽ മെക്സിക്കൻ ഫാൻസ് സ്റ്റേഡിയത്തിൽ കാണിക്കുന്ന ഓരോ പാഷനും ആ ഓരോ പ്ലേയേഴ്സിലും എവിഡൻ്റ് ആയിരുന്നു എന്നുള്ളതാണ്. ഓൾ ഔട്ട് അറ്റാക്ക്, അതായത് ലാസ്റ്റൊക്കെ ഇംഗ്ലണ്ട് 3 ഗോള് 10 മെനിലോട്ട് 1 മെൻ ഡൗൺ എന്നുള്ള സിറ്റുവേഷനിൽ വന്നപ്പം അവർ നിർത്തുന്നില്ല, നിരന്തരമായ അറ്റാക്ക്. ഒരു പക്ഷേ പിക്ഫോർഡ് അവിടെ ഇല്ലായിരുന്നെങ്കിൽ മെക്സിക്കോ ജയിക്കേണ്ട കളിയായിരുന്നു ഇതെന്നുള്ളതേ ഞാൻ പറയുള്ളൂ. അത്രയും അവർ അറ്റാക്ക് ചെയ്തു. പക്ഷേ ഇംഗ്ലണ്ട് അവിടെ ബ്രില്യൻ്റായി കളിച്ചു. ആ ഒരു ഇതാവുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ മെക്സിക്കോയുടെ അതായത് 10 മെൻ ഡൗൺ ആണല്ലോ, അതിനനുസരിച്ച് അവർ ഡിഫൻഡേഴ്സിനെ ഇറക്കി, സ്പെൻസിനെ കൊണ്ടുവന്ന്, ബേണിനെ കൊണ്ടുവന്ന്, പിന്നെ സ്റ്റോൺസിനെ കൊണ്ടുവന്ന്, സാക്കിയ പോലത്തെ പ്ലേയേഴ്സിനെ പിൻവലിക്കുന്നു, എലൈറ്റിനെ പിൻവലിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവർ ബ്രില്യൻസ് കാണിച്ചു. ആ ബ്രില്യൻസ് അവർക്ക് എന്തുകൊണ്ടും അനുകൂലമായി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ മെക്സിക്കൻ അപാരാധ എന്നൊക്കെയാണ് ആളുകൾ നമ്മൾ കോട്ട് ചെയ്തതിനെ കാത്തിരിക്കുന്നു. മെക്സിക്കോ ഒരു കംബാക്ക് നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തലക്കെട്ടായിട്ട് കൊടുക്കാമെന്നുള്ളത്. പക്ഷേ 54-ാം മിനിറ്റിൽ റെഡ് കാർഡ് വന്നിട്ടും 10 പേരുമേ കളിച്ചു. ഈ തുടരെയുള്ള മെക്സിക്കൻ അറ്റാക്കിനെയൊക്കെ പിടിച്ചു നിർത്തിയാൽ ഇംഗ്ലണ്ട് എന്നുള്ളത്. എങ്ങനെയുണ്ടായിരുന്നു ഇംഗ്ലണ്ടിൻ്റെ ഒരു പെർഫോമൻസ് ഈ ഒരു മത്സരത്തിൽ? ഇംഗ്ലണ്ടിൻ്റെ പെർഫോമൻസ് പറയുമ്പോൾ നമ്മൾ ആദ്യം ആ സ്റ്റേഡിയത്തെ കുറിച്ച് പറയണം. എസ്റ്റക്ക സ്റ്റേഡിയത്തിൽ ഇംഗ്ലണ്ടിന് അത്ര നല്ല റിസൾട്ടുള്ളൊരു സ്റ്റേഡിയമല്ല. 1986 നമുക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും ഹാൻഡ് ഓഫ് ഗോൾ വന്നത്. അത് ഇതേ സ്റ്റേഡിയത്തിലാണ്. അന്ന് ഇംഗ്ലണ്ട് ക്വാർട്ടർ ഫൈനലിൽ അർജൻറ്റീനയോട് 2-0 തോൽക്കുകയുണ്ടായി, 2-1 തോൽക്കുകയുണ്ടായി. അതിനുശേഷം അതേ സ്റ്റേഡിയത്തിലേക്ക് ഇംഗ്ലണ്ട് കളിക്കാൻ വരുമ്പോൾ അവരെ സംബന്ധിച്ച് അതൊരു വൈകാരിക നിമിഷം കൂടിയാണ്. അപ്പോൾ ആ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് ക്രൂഷ്യൽ മാച്ചാണ്. മെക്സിക്കോ ആതിഥേയരാണ്. 90,000-ത്തിലധികം കാണികൾ ആ സ്റ്റേഡിയത്തിലുണ്ട്. ഭൂരിഭാഗവും മെക്സിക്കോയ്ക്ക് വേണ്ടി ചാൻറ്റ് മുഴക്കുകയാണ്. അപ്പോൾ അങ്ങനെ മത്സരത്തിൽ അവർ തുടക്കത്തിൽ തന്നെ അറ്റാക്ക് ചെയ്ത് കളിക്കുന്നത് നമ്മൾ കണ്ടു. പിന്നെ അതിൽ എടുത്തു പറയേണ്ടത് ബെല്ലിംഗ്ഹാമിൻ്റെ ഒരു പെർഫോമൻസ് തന്നെയാണ്. ബെല്ലിംഗ്ഹാം നമ്മൾ ഓരോ മത്സരം നോക്കുമ്പോൾ ഇങ്ങനെ ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്. തോമസ് തുഹേലിൻ്റെ ആ ഒരു പ്ലാനിലേക്ക് ഏറ്റവും അഡാപ്റ്റായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറായിട്ട് ബെല്ലിംഗ്ഹാമിന് തോന്നുന്നുണ്ട്. കാരണം അറ്റാക്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഡിഫൻസിലേക്ക് ഇറങ്ങി പന്ത് റിക്കവർ ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ഒരു അറ്റാക്കിംഗ് ശൈലിയിൽ ഏറ്റവും മികച്ച ഒരു കോൺട്രിബ്യൂഷൻ നൽകിക്കൊണ്ടാണ് ബെല്ലിംഗ്ഹാം ഇന്നത്തെ മത്സരത്തിൽ കളിച്ചത്. 2 ഗോൾ നേടി, മറ്റേ ടോട്ടൽ മാൻ ഓഫ് ദ മാച്ചായി. പിന്നെ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 4 ഗോളും 1 അസിസ്റ്റുമായി ഈ ടൂർണമെൻറ്റിൽ. ഹാരി കെയ്ന് തൊട്ട് പിറകെ ഇംഗ്ലണ്ടിൻ്റെ ഒരു പ്രധാന ഒരു പ്ലെയറായിട്ട് ബെല്ലിംഗ്ഹാം അവിടെ നിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ 2 മിഡ്ഫീൽഡർമാർ അവർക്കുണ്ട്.
നമുക്കറിയാം ഡെക്ലാൻ റൈസ് ഉണ്ട്, എലിയട്ട് ആൻഡേഴ്സൺ. ഹെലിറ്റ് ആൻഡേഴ്സൺ ഉണ്ട്. ഇവർ മൂന്ന് പേരും ഈ മൂന്ന് മിഡ്ഫീൽഡേഴ്സിൻ്റെയും നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇംഗ്ലണ്ടിലെ ഏറ്റവും മൂല്യമേറിയ കളിക്കാരാണ്. 100 മില്യൺ മുകളിലാണ് ഈ 3 പേരുടെയും ഒരു മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് അവർക്ക് അറ്റാക്കിൽ ഡിഫൻസിലാണ് അവർക്ക് കുറച്ച് പ്രശ്നങ്ങളുള്ളത്. അപ്പം അത് ഈ മത്സരത്തിലും റെഡ് കാർഡ് വഴങ്ങുന്ന നമ്മൾ റൈറ്റ് വിങ്ങിൽ അവരൊരു ഇഞ്ചുറി കൺസേൺ ഒക്കെ നേരിടുന്നുണ്ട്. റീസ് ജെയിംസ് പോയി, അപ്പോൾ പുതിയ കോൺസോ വന്ന്. അപ്പോൾ അത്തരത്തിൽ അവരെ സംബന്ധിച്ച് ഡിഫൻസിൽ മാത്രമാണ് ഇപ്പോൾ നിലവിലൊരു പ്രശ്നമായിട്ട് അവർ കാണുന്നത്. അറ്റാക്കിലും മിഡ്ഫീൽഡിലും അവർ ഡോമിനേറ്റ് ചെയ്ത് കളിക്കുന്നുണ്ട്. അതുതന്നെയാണ് ഈ കഴിഞ്ഞ മത്സരത്തിൽ മെക്സിക്കോക്കെതിരെയുള്ള മത്സരത്തിൽ നമ്മൾ കണ്ടത്. അതുതന്നെയാണ് ആ മിഡ്ഫീൽഡിൽ അവരുടെ ഒരു ഡോമിനൻസ്. പിന്നെ സാക്കൻ്റെ ഒരു ഇൻക്ലൂഷൻ നമ്മൾ പറയണം. കഴിഞ്ഞ മത്സരത്തിൽ കളിച്ചിരുന്നത് മഡ്വക്കയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു, ക്രോസ് കൊടുക്കുന്നതിലും ഒരു ബോക്സിലേക്ക് കയറുന്നതിലും. പക്ഷേ ഇന്നത്തെ കളിയിൽ സാക്ക ഒരു നല്ലൊരു അസിസ്റ്റ് കൊടുത്തു ബെല്ലിംഗ്ഹാമിൻ്റെ ഗോളിന്. അത്തരത്തിൽ അവർ ഒരു ടീം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നമ്മൾ കാണുന്ന ആ ഒരു ശൈലിയിലേക്ക് അവരുടെ ഒരു പ്രകടനം വരുന്നുണ്ട്. ഓരോ പ്ലേയേഴ്സും ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ പ്രീ ക്വാർട്ടർ കഴിഞ്ഞ് ക്വാർട്ടറിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു. നോർവേയെ നേരിടുമ്പോൾ യൂറോപ്യൻ ശൈലികൾ ഏറ്റുമുട്ടുന്ന ഒരു മത്സരമായിരിക്കും. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഫുട്ബോളിൽ ഇംഗ്ലണ്ട് നല്ല രീതിയിൽ ഫസ്റ്റ് മാച്ച് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഘട്ടത്തും കഴിഞ്ഞ് പ്രീ ക്വാർട്ടറിലേക്കൊക്കെ എത്തുമ്പോൾ അവർ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അത് തന്നെയാണ് ഈ മത്സരത്തിൽ മെക്സിക്കോക്കെതിരെയുള്ള ഒരു ത്രില്ലർ മാച്ചായിരുന്നു, നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിൽ ഡിഫൻസിലെ കുറച്ച് പ്രശ്നങ്ങൾ നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ്. എങ്കിലും അവരുടെ ഒരു മൊത്തം ഡോമിനേറ്റ് ചെയ്ത് കളിക്കുന്നത് ഇംഗ്ലണ്ട് തന്നെയാണ് ഈ മത്സരത്തിൽ. അപ്പോൾ അതിനിപ്പോൾ അടുത്ത മത്സരങ്ങൾ ക്വാർട്ടറും സെമിയിലേക്കൊക്കെ വരുമ്പോൾ അവർക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ആകുമെന്നാണ് കരുതുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഡിഫൻസിൻ്റെ ഇഷ്യൂസ് നമ്മൾ എപ്പോഴും സംസാരിക്കുന്നതാണ് ഇംഗ്ലണ്ടിൻ്റെ, പ്രത്യേകിച്ച് റൈറ്റ് ബാക്ക് പൊസിഷനിൽ. കാരണം അർണോൾഡിനെ പുറത്തിരുത്തിയപ്പോൾ തുടങ്ങിയ ചർച്ചയാണ്. ഇപ്പോൾ ഇന്നും അർണോൾഡ് തന്നെയാണ് ചർച്ചാ വിഷയം. കാരണം ഓൾറെഡി ലിവർമെൻറ്റോ റൂൾഡ് ഔട്ടായി. റീസ് ജെയിംസ് ഒരു പരിക്കിൻ്റെ പിടിയിലാണ്. പകരം കളിച്ചിരുന്നത് സ്പെൻസാണ്. സ്പെൻസും നേരിയ പരിക്കുകൾ കാണിക്കുന്ന ഒരു താരമാണ്. 4ാമത് കളിച്ചത് ക്വാൻഷയാണ്. ക്വാൻഷ റെഡ് കാർഡ് കാരണം അടുത്ത കളി പുറത്തിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലൊരു റൈറ്റ് ബാക്കിൽ അവർക്കൊരു ഇഷ്യൂ ഉണ്ട്. അതിന് പുറമെ തന്നെ മെക്സിക്കോ പോലത്തെ ഒരു ടീമിനെതിരെ ഇംഗ്ലണ്ടിൻ്റെ ഒരു സ്റ്റാർ സ്റ്റഡഡ് ടീം മാർഗ്വേഹി പോലുള്ള താരങ്ങളൊക്കെ ഉള്ള നന്നായി കളിക്കുന്ന ഒരു ടീമിന് 2 ഗോൾ കൺസീഡ് ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ തുടർന്ന് അങ്ങോട്ടേക്കുള്ള മത്സരങ്ങളിൽ ഇംഗ്ലണ്ടിൻ്റെ ഡിഫൻസിൽ എത്രത്തോളം ആശങ്ക അവർ പ്രകടിപ്പിക്കണം, എന്ത് മാറ്റങ്ങൾ അവിടെ വരുത്തേണ്ടതുണ്ട്? അതായത് ഈ ഒരു ഡിഫൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ അവരുടെ റൈറ്റ് ബാക്ക് പൊസിഷനാണ്. ബാക്കിയെല്ലാം ഇപ്പോൾ മാർഗേയൊക്കെ ഒരു സ്റ്റാർ ഡിഫൻഡർ ആയിട്ട് തന്നെ അവരുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ റൈറ്റ് ബാക്ക് പൊസിഷന് ഇപ്പം നമ്മൾ ജർമ്മനീൻ്റെയൊക്കെ റൈറ്റ് ബാക്ക് പൊസിഷൻ എന്ന് പറയണമായിരിക്കും അതൊരു ആശങ്ക തരുന്നൊരു സംഭവം തന്നെയാണ്. ഇപ്പം റീസെൻ്റ്ലി അവർ ലിവർമെൻറ്റോക്ക് പകരം കൊണ്ടുവന്നത് അതെ ഒരു സെൻറ്റർ ബാക്ക് ശലഭനെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ റൈറ്റ് ബാക്ക് എന്ന് പറയുമ്പം ഇംഗ്ലണ്ടിനെ പോലത്തെ ടീം നമുക്കറിയാം ഇവരുടെ ഒരു അതായത് ഇപ്പോൾ കഴിഞ്ഞ മാച്ചിൽ നമ്മളൊരു പ്രീമിയർ ലീഗ് ശൈലിയാണ് ഇവരത് കണ്ടത്. ഒരു പക്ക പ്രീമിയർ ലീഗ് സംഭവമായിരുന്നു ബെല്ലിംഗത്തിൻ്റെ 2 ഗോളും. അപ്പോൾ ഇതിനൊക്കെ എപ്പോഴും സപ്പോർട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അറ്റാക്കേഴ്സ്, അതായത് ഫുൾ ബാക്കിലുള്ള അറ്റാക്കേഴ്സിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഇതിൽ വലുതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു പ്രോപ്പർ റൈറ്റ് ബാക്ക് ഇല്ലാണ്ട് ഇംഗ്ലണ്ട് കളിക്കുമ്പോൾ, അതായത് ഇനിയിപ്പോൾ ശലഭ അവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ആളൊരു സെൻറ്റർ ബാക്ക് പൊസിഷനിലുള്ള ആളാണ്. അപ്പോൾ ആളൊന്നും കൂടെ സ്ട്രോങ് ഡിഫെൻസീവ്ലിയാണ്. ഒഫെൻസീവ്ലി ആളത്ര ഓവർലാപ്പ് ചെയ്ത് കളിക്കാം അത്ര ഇതില്ല. പക്ഷേ മറുവശത്ത് നിക്കോറയിൽ ഉണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. പക്ഷെ എന്നാലും 2 സൈഡ് ഓവർലാപ്പ് ചെയ്ത് കളിക്കുന്ന ഒരു ഫുൾ ബാക്കാണ് ഇംഗ്ലണ്ടിന് ആക്ച്വലി ആവശ്യമുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ എന്താണെന്നുള്ളത് നമുക്കും ആക്ച്വലി അറിയാത്തൊരു സംഭവമാണ്. ഇവിടെ അവരെന്ത് കൊണ്ടുവരും അല്ലെങ്കിൽ ഏത് ചേഞ്ച് കൊണ്ടുവരും. കാരണം ഓപ്ഷനുള്ളത് ശലഭയാണെന്നുള്ളതാണ്. പിന്നെ സ്പെൻസിനെ പരീക്ഷിക്കണം. അങ്ങനത്തെ സ്പെൻസ് ഈ ഇതിൽ ആരായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്? ആ ഒരു റെഡ് കാർഡ് കിട്ടിയതിന് ശേഷം സ്പെൻസ് ആയിരുന്നല്ലോ അല്ലേ. അപ്പോൾ സ്പെൻസിനെ പരീക്ഷിക്കുക എന്നുള്ളതാണ് ഇനിയുള്ളൊരു ഓപ്ഷന്. അപ്പോൾ അത് അവരെങ്ങനെ കോമ്പാക്റ്റ് ആയിട്ട് കൊണ്ടുപോകും എന്നുള്ളത് നോക്കണം. നമ്മൾ ഈ മെക്സിക്കോയുടെ കേസ് പറയുമ്പോൾ ഈ ആസ്റ്റക്ക സ്റ്റേഡിയത്തിൽ അവർക്ക് നല്ല പോസിറ്റീവ് ഇതാണ്. കാരണം ആ ഒരു സ്റ്റേഡിയത്തിൻ്റെ ആൾട്ടിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ നന്നായി അറിയുന്ന അവിടുത്തെ അറ്റ്മോസ്ഫിയർ കണ്ടീഷൻ എന്താണെന്ന് അറിയാം. നമുക്ക് ഈ അറ്റ്മോസ്ഫിയർ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ 1 മണിക്കൂർ ഡിലേ ആയിട്ടാണ് മത്സരം തുടങ്ങുന്നത്. അതായത് അവിടുത്തെ എല്ലാ കണ്ടീഷൻസും മെക്സിക്കോക്ക് അനുകൂലമായിരുന്നു. നമ്മൾ ഈ ഒരു മത്സരത്തിന് മുമ്പ് നടന്ന സംഭവങ്ങളോട് പറയേണ്ടതുണ്ട്. കാരണം സ്റ്റേഡിയത്തിൻ്റെ പുറത്ത് ഇംഗ്ലണ്ട് ടീമിൻ്റെ ഹോട്ടലിൻ്റെ മുമ്പിൽ പ്രതിഷേധമില്ലപ്പോഴത്തേക്ക് അവരുടെ പേടിപ്പിക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങൾ നടത്തുന്നു. ഫാൻസ് ഒത്തുകൂടി ആർപ്പ് വിളിക്കുന്നു. അതായത് ഒരു ടീമിനെ മെൻ്റലി ഡൗൺ ആക്കാനുള്ള പരിപാടികൾ ഫാൻസ് ചെയ്യുന്നു. പിന്നെ ഈ സ്റ്റേഡിയത്തിൻ്റെ കണ്ടീഷൻസ് ആ പ്ലേയേഴ്സിൻ്റെ ഫിസിക്കലി ഡൗൺ ആക്കുന്നു. എന്നിട്ട് കൂടി ആ ഒരു സ്റ്റേഡിയത്തിൽ ഇംഗ്ലണ്ടിന് അടുത്തൊരു പോരാട്ടമുണ്ട്. അത് നമ്മൾ പറയുന്നത് അതാണ് ആ ഒരു മത്സരത്തിന് ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത്. കാരണം തോറ്റെന്നെടുത്തുനിന്ന് അല്ലെങ്കിൽ തോൽക്കുമെന്ന് തോന്നിച്ച റെഡ് കാർഡ് വീണെടുത്തുനിന്ന് പോലും ഇംഗ്ലണ്ട് ഒരു തിരിച്ചുവരവെടുത്താണ്, ഒരു ഗോൾ നേടുന്നു.
പിന്നീട് ഒരു ഗോൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അവസാന മിനിറ്റുകൾ നമ്മൾ കണ്ട ഒരു മെക്സിക്കൻ വേവ് എന്നുള്ള ഒരു തിരമാല കണക്കെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഒന്ന് കഴിയുമ്പോൾ തന്നെ അതിനേക്കാൾ പവർ കൂടി അടുത്തത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. പിക്ഫോർഡിന് നിരന്തരം ട്രബിൾ കൊടുക്കുന്നു. നമ്മൾ ഈ ഒരു മത്സരത്തിൽ ഹാരി കെയിൻ്റെ കാര്യം കൂടി സംസാരിക്കേണ്ടത്. ഒരു പെനാൾട്ടി ഗോളാണ് ആൾ നേടുന്നത്, ഒരു പെനാൾട്ടിക്ക് ആൾ കാരണമാവുന്നു. എന്നിരുന്നാൽ കൂടി ഈ ഒരു വേൾഡ് കപ്പിൽ ത്രൂ ഔട്ട് ഇംഗ്ലണ്ടിൻ്റെ സ്കോർ ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു ബെല്ലിംഗ്ഹാമിൻ്റെ പേരും ഒരു ഹാരി കെയിൻ്റെ പേരും മാത്രം നമ്മൾ കാണുന്നത്. ഹാരി കെയിൻ്റെ ഒരു പ്രകടനം ഈ ഒരു വേൾഡ് കപ്പ് സീസണിൽ അല്ലെങ്കിൽ മുന്നോട്ടേക്കുള്ള പോക്കിൽ എത്രത്തോളം ഇംഗ്ലണ്ടിന് ഉപകാരപ്പെടേണ്ടത് അല്ലെങ്കിൽ എത്രത്തോളം പ്രധാനമാണ് ഹാരി കെയിൻ്റെ ഒരു ഫോം? ഹാരി കെയിൻ നമ്മൾ ഇപ്പം ബയേൺ മ്യൂണിക്കിൽ ഹാരി കെയിൻ്റെ ഒരു ഗോൾ അടിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു സീസണാണ് കഴിഞ്ഞു പോയത്. നമ്മൾ കണ്ടതാണ് ഹാരി കെയിൻ എത്രത്തോളം ആ ടീമിനെ പ്രധാനപ്പെട്ട പ്ലെയർ ആകുന്നുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ ഇംഗ്ലണ്ട് ടീമിലേക്ക് എടുക്കുമ്പോൾ ഒരു ക്യാപ്റ്റൻ മെൻറ്റാലിറ്റിയാണ് ഹാരി കെയിൻ കാണിക്കുന്നത്. അത് തുടക്കം മുതലേ നമ്മളത് കാണുന്നുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ ഗോളടിച്ചപ്പോൾ ഒക്കെ ആ ഒരു പ്രകടനം നമ്മൾ കണ്ടു. മാത്രമല്ല ഹാരി കെയിന് ഏത് അർദ്ധാവസരങ്ങൾ നമ്മളിപ്പോൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അർദ്ധാവസരങ്ങളിൽ ഹാരി കെയിൻ ഫ്രീ ആണെങ്കിൽ അല്ലെങ്കിൽ ഹാരി കെയിന് ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഫിനിഷ് ചെയ്യാനുള്ള ഒരു കഴിവ് ഹാരി കെയിനുണ്ട്. അതിപ്പോൾ ഹെഡർ ആണെങ്കിലും ഷോട്ട് എടുക്കുന്നതാണെങ്കിലും എല്ലാം ഹാരി കെയിൻ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. മാത്രമല്ല അതിനൊപ്പം തന്നെ നല്ലൊരു സപ്പോർട്ടായിട്ടുള്ള ഒരു ടീം ഹാരി കെയിൻ ഉണ്ട് ഈ വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ. സാധാരണ ഇംഗ്ലണ്ട് ടീമിൽ പലപ്പോഴും നമ്മൾ ആരോപിക്കപ്പെടുന്നത് അവരൊരു ടീമായിട്ട് കളിക്കില്ല, അവർ പലപ്പോഴും ഇൻഡിവിജ്വൽ പ്ലേയേഴ്സാണ്, 11 പ്ലേയേഴ്സായിട്ട് അവർ നിൽക്കും, അതുകൊണ്ടാണ് അവർ പലപ്പോഴും എവിടെയും എത്താത്തത് എന്നുള്ള ഒരു വിമർശനം സ്ഥിരമായിട്ട് നമ്മൾ പറയുന്നതാണ്. പക്ഷേ ഇപ്പം ഈ സീസണിലേക്ക് ഈ വേൾഡ് കപ്പിലേക്ക് വരുമ്പം അവർ ഹാരി കെയിന് കീഴിൽ നല്ല രീതിയിൽ അവർ ഒത്തൊരുമയോടെ കളിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഹാരി കെയിനിൽ കുറച്ചുകൂടി ഫ്രീ ആയിട്ട് പന്ത് കിട്ടുന്നുണ്ട്. മാത്രമല്ല ഫിനിഷ് ചെയ്യാനുള്ള അവസരം കിട്ടുന്നുണ്ട്. മാത്രമല്ല ഹാരി കെയിൻ പിറകിലേക്ക് ഇറങ്ങി പന്ത് റിസീവ് ചെയ്തിട്ട് മുന്നോട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അത് ഹാരി കെയിൻ്റെ ഒരു ശൈലിയാണ്. ഒരു പ്രോപ്പർ സ്ട്രൈക്കറായിട്ട് ഹാരി കെയിൻ ഇതിന് മുമ്പ് തന്നെ ഹാരി കെയിൻ പേരെടുത്ത് കഴിഞ്ഞു. മാത്രമല്ല ഇംഗ്ലണ്ട് നിരയിലേക്ക് വരുമ്പം വെയിൻ റൂണിക്കൊക്കെ ശേഷം നമ്മൾ ഇത്തരത്തിലൊരു മികച്ച രീതിയിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു പ്ലെയർ ആയിട്ടുള്ളത് ഇപ്പോൾ ഹാരി കെയിനാണ്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇതുവരെയുള്ള പെർഫോമൻസ് ഹാരി കെയിൻ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട്. ഇനിയിപ്പോൾ ക്വാർട്ടർ പോലുള്ള മത്സരത്തിൽ വരുമ്പോൾ നോർവേക്കെതിരാണ്. നോർവേയിലേക്ക് വരുമ്പോൾ നമ്മൾ ഹാരി കെയിൻ ഹാളണ്ട് ഒരു ഏറ്റുമുട്ടലിലാണ് നമ്മൾ സാക്ഷ്യം വയ്ക്കുന്നത്. രണ്ടുപേരും എടുത്തു പറയുമ്പോൾ ഒരേ ശൈലി അല്ലെങ്കിൽ യൂറോപ്യൻ ശൈലി അല്ലെങ്കിൽ പ്രീമിയർ ലീഗിൽ നേരത്തെ കളിച്ചിരുന്ന രണ്ട് പ്ലേയേഴ്സാണ്. നല്ല രീതിയിൽ ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന കളിക്കാരാണ്. അപ്പോൾ ഈ രണ്ട് പ്ലേയേഴ്സ് നേർക്കുനേർ വരുമ്പം അതൊരു മികച്ച പോരാട്ടമായിട്ട് തന്നെ വരും. അതിൽ ഹാരി കെയിൻ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്ത് ഗോളടിച്ച് അല്ലെങ്കിൽ ആ മത്സരം സീൽ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഇംഗ്ലണ്ടിൻ്റെ തുടർന്നുള്ള യാത്രയ്ക്ക് നമ്മൾ കൂടുതൽ നോക്കേണ്ടത്. ഇപ്പോൾ നൂറ, നമ്മൾ ഈ നോർവേ വേഴ്സസ് ഇംഗ്ലണ്ട് മത്സരം കൂടി ഒന്ന് പറയേണ്ടതുണ്ട്. കാരണം രണ്ട് പ്രോപ്പർ സ്ട്രൈക്കേഴ്സ് അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് സ്ട്രൈക്കേഴ്സ് ആയിട്ടുള്ള രണ്ട് പ്ലെയേഴ്സാണ്. ഒരു മൊമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കളിയുടെ മൊമെൻറ്റം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന രണ്ട് സൂപ്പർ സ്റ്റാറുകളാണ് തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുന്നത്. എങ്ങനെയായിരിക്കും ഒരു മത്സരം? ആർക്കാണ് ഇതിലൊരു നേരിയ അഡ്വാൻറ്റേജ് എന്നെങ്കിലും നമുക്ക് പറയാൻ പറ്റുന്നത്? എന്താണ് ഒരു മത്സരത്തിൻ്റെ എന്ത് പ്രതീക്ഷിക്കാം നമുക്ക് ആ മത്സരത്തിൽ? വേൾഡ് കപ്പാണ്, ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അഡ്വാൻറ്റേജ് എന്നുള്ള കാര്യം ആർക്ക് വേണമെങ്കിലും കയറി വരാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ടിൻ്റെ ഒരു പെർഫോമൻസ് കണ്ടിട്ട് ഇംഗ്ലണ്ട് തന്നെയാണ് ആ ഒരു മുൻതൂക്കം ഉള്ളത്. പിന്നെ ഹാളൻഡിനെയും ഹാരി കെയിനെയും വേർതിരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രൈക്കേഴ്സാണ്. ഹാളൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെൻട്രൽ ഡിഫൻഡേഴ്സിൻ്റെ ഇടയിൽ സ്പേസ് കിട്ടിയിട്ട് ജസ്റ്റ് ഒരു ടാപ്പിന് അല്ലെങ്കിൽ ആളുടെ എത്ര ബോൾ ടച്ചോ കാര്യങ്ങളൊന്നും നമ്മൾ കാണില്ല. ഒരു ഫിസിക്കാലിറ്റി വെച്ച് കളിക്കുന്ന ഒരു ഹാളൻഡിനെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. പക്ഷെ ഹാരി കെയിന് ഇതെല്ലാം പറ്റും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൾക്ക് ഇറങ്ങി വന്നിട്ട് പ്ലേ മേക്ക് ചെയ്യാൻ അറിയാം. ഇപ്പോൾ ഈ ഒരു മാച്ചിൽ തന്നെ ബെല്ലിംഗം അവിടെ സ്കോർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു കാരണക്കാരൻ ഹാരി കെയിനാണ്. ബെല്ലിംഗത്തിൻ്റെ ഒരു ബ്രില്യൻസും ഉണ്ട്, ആൾ ആ മിഡ്ഫീൽഡിൽ നിന്ന് വന്നത് സ്കോർ ചെയ്തു എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ തരത്തിലുള്ളൊരു പ്ലെയറാണ് ഹാരി കെയിന്. ടാപ്പിനാവട്ടെ, ഇനി ലിങ്ക് പ്ലേ ആവട്ടെ, പ്ലേ മേക്കിംഗ് ആവട്ടെ, ഇങ്ങനത്തെ ഏത് റോളിലും ഫിറ്റിങ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലെയറാണ് ഹാരി കെയിന്. അപ്പോൾ രണ്ടും അപകടകാരികളാണ്. ബോൾ സപ്ലൈ ചെയ്യാൻ ആളുണ്ടായി കഴിഞ്ഞാൽ രണ്ടുപേർക്കും അത് മികച്ചൊരു ഒരു മാച്ച് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അതാത് ടീമുകൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സപ്ലൈ റൂട്ട് കട്ട് ചെയ്യുക. പക്ഷേ ഇംഗ്ലണ്ടിൻ്റെ എനിക്ക് തോന്നുന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ സപ്ലൈ റൂട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാലും അതെ വിങ്ങുകളിലൂടെ വരും ചെയ്യും. ഹാരി കെയിന് ഡീപ്പായിട്ട് ഇറങ്ങി കളിച്ചിട്ട് വേറെ ആൾ ഗോൾ സ്കോർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ തരത്തിലാവും ആ ഒരു മാച്ച് പോവുക.